ടെററിസ്റ്റുകളിൽ ചിലർ പഴനിയിൽ താമസിച്ചു എന്നതിനുള്ള തെളിവ് ഹോട്ടൽ ബിൽസ്. പഴനിയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഇത് ഡെഡ് ബോഡി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് സാർ. തീർത്ഥാടന കേന്ദ്രമായ പഴനിയിൽ ഭീകരർക്ക് എന്ത് കാര്യം? ഇതുകൊണ്ട് മാത്രം പഴനിയിൽ അവർ പൊട്ടിക്കുന്നു പറയാൻ പറ്റില്ല. എന്നെ സംസാരിക്കാൻ വിടില്ല. ഇരിക്കലോ അവിടെ. ഭീകരരുടെ ഗൂഢാലോചന ഇവിടെ കേരളത്തിലും ലക്ഷ്യം പഴനിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴനിയാണെങ്കിൽ കിഴക്കമ്പലം ഷൂട്ടൌട്ടോട് കൂടി അവരുടെ ഗൂഢാലോചന തകർന്ന സ്ഥിതിക്ക് ആ പരിപാടി അവർ ഉപേക്ഷിച്ചിരിക്കില്ലേ? സാധ്യതയില്ല സാർ. കിഴക്കമ്പലം ഷൂട്ടൌട്ടിൽ ആകെ മരിച്ചത് 4 പേരാണ്. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അവരോടൊപ്പം ബാബുവും കൂടെ ചേർന്നാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തമിഴ്നാട് പോലീസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ വിവരം അറിയിക്കുക. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെ പാനിക് ആക്കരുത്. അവസാനം പഴനിയിൽ ഒരു പടക്കം പോലും പൊട്ടില്ല. ഇയാൾ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം. ഇവിടെ കേരളത്തെ കയ്യെത്തും ദൂരത്ത് കിട്ടിയ ഭീകരരെ പിടിക്കാൻ പറ്റാത്ത ഇയാൾ പഴനിയിൽ എന്ത് ചെയ്യാനാ? കേരള പോലീസിനാകെ മാനക്കേടുണ്ടാക്കാൻ നടക്കുന്നു. കുറെ നേരമായി തുടങ്ങിയിട്ട് എന്റെ തൊപ്പി പോയാലും വേണ്ടില്ല. ഇനി വാ തുറന്ന ഇടിച്ച് കൂമ്പയാൻ കലകികളെ.